ഈ വേദഭാഗത്തിൽ ഏറ്റവും പ്രൗഢമായി നിലനിൽക്കുന്ന ഒരു വാക്ക് വചനം എന്നുള്ളത്. ഈ വചനത്താലാണ് സകലവും നിറവേറിയിരിക്കുന്നത്, സകലവും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്, സകലവും മുളച്ചു വന്നിരിക്കുന്നത്. വചനമാണ് നമുക്ക് ബലം നൽകുന്നത്, വചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്, വചനമാണ് നമ്മെ ദേശത്തിന്റെ നടുവിൽ നിർത്തുന്നത്. അതുകൊണ്ട് വചനമില്ലാതെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം ഈ വചനത്തിൽ നമ്മെ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം യഹോവയുടെ ശബ്ദമാണ്, യഹോവയുടെ നമ്മെ കരമ വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം ഉയർത്തുന്നവനെ സർവശക്തനായ ദൈവം ഉയർത്തും. ഈ വചനം കാത്തുവയ്ക്കുന്നവനെ അവൻ കാതുപോകുവാനിടയായിട്ടും. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങൾ ദേശത്തിന്റെ നടുവിലായിരുന്നാലും, പട്ടണത്തിന്റെ നടുവിലായിരുന്നാലും, ദൈവസഭയുടെ നടുവിലായിരുന്നാലും വചനം ഉയർത്താൻ തയ്യാറായ നിന്റെ ഉയർച്ചയ്ക്ക് ഒരു ശക്തികളും അവൻ തടസ്സം നിൽക്കുവാൻ ഈ വചനം അനുവദിക്കത്തില്ല. അതുകൊണ്ട് വചനത്തിന്റെ ഉപദേശം ദൈവമക്കൾ കൈവിടരുത്, വചനത്തിന്റെ കൽപ്പനകൾ ദൈവമക്കൾ കൈവിടരുത്. അവൻ സന്തോഷത്തിന്റെ തലങ്ങളിൽ, ജീവിതത്തിന്റെ ഉയർച്ചയുടെ തലങ്ങളിൽ ഒരു പൊതുവരുത്തത്തിനും പോകാതെ ഉപദേശത്തിന് വേണ്ടി, കൽപ്പനയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളും ദേശത്തിന്റെ നടുവിൽ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറായ അവൻ കർത്താവ് നമ്മെ മാനിപ്പാനിടയായിരിക്കും. വിശുദ്ധ ബൈബിൾ 66 പുസ്തകങ്ങളുണ്ട്. ഈ 66 പുസ്തകങ്ങളിൽ എല്ലാ പുസ്തകങ്ങളും എടുത്തു പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഇടയന്മാരായി, പാട്ടുകാരൊക്കെ ആയിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കാലാകാലങ്ങളിൽ ഓരോരുത്തരും ദൈവം ചെയ്തു വിളിച്ചു വാതിരിച്ച് അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി നിർത്തി ഇവരുടെ ലൈഫ് നാമങ്ങൾ എടുത്തു പഠിക്കാമെങ്കിൽ വചനമാണ് അവർ മുന്നിൽ നിർത്തിയതാണ്. വചനമാണ് അവർ പ്രസംഗിക്കപ്പെട്ടത്. ശ്രദ്ധിക്കണം, എഹെസ്കേൽ പ്രവാചകൻ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രവാചകനായി എടുക്കേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എഹെസ്കേൽ പ്രവാചകനെ പ്രാർത്ഥനാ മുറിയിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് അസ്ഥികൾ നിറയപ്പെട്ടിരിക്കുന്ന താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടു നിർത്തി ആ താഴ്വരകൾ ചുറ്റി അവനെ നടത്തിയിട്ട് യഹോവ ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അവൻ പറയപ്പെട്ട ഒരു കാര്യമുണ്ട്, കർത്താവേ നീ അതറിയുന്നു. അങ്ങനെ ആ മറുപടി പറഞ്ഞ സമയത്ത് യഹോവ അവനോട് പറഞ്ഞതും അവൻ വിഷയമുണ്ട്, നിന്നെ വാലിനെ തലയാക്കുമെന്നുള്ള കാര്യമല്ല. പിന്നെയോ യഹോവ യെഹൂദയോട് പറഞ്ഞത്, എന്റെ ആത്മാവിന് നീ എന്റെ വചനം ഈ താഴ്വരയിൽ പ്രവചിക്കണം. ശൂന്യമായി കിടക്കുന്ന അസ്ഥികളാണ്, എല്ലാം വെളുത്ത് കിടക്കുകയാണ്, പേടിപ്പെടുത്തുന്ന ഒരു താഴ്വരയാ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പേടിപ്പെടുത്തുന്ന, ശൂന്യമായിരിക്കുന്ന പല മേഖലകളും കണ്ടേക്കാം. എന്നാൽ എന്ത് പറഞ്ഞാലും ആത്മനിയോഗത്തിൽ ദൈവജനം അവൻ ആ വചനത്തെ ഉയർത്തി ആത്മനിയോഗത്തോടെ കൽപ്പിക്കാൻ, അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ യഹോവയുടെ വചനം ദൈവാത്മാവ് നൽകിയതുപോലെ അസ്ഥികളെ നോക്കി പ്രവചിച്ചു, ശൂന്യതകളെ നോക്കി പ്രവചിച്ചു, ഇല്ലായ്മകളെ നോക്കി പ്രവചിച്ചു. ആ വചനം പ്രവചിച്ചത് മൂലം, വചനം ഉയർത്തിയത് മൂലം ആ അസ്ഥികളുടെ മേൽ ജീവൻ വ്യാപരിക്കപ്പെടാനിടയായിരുന്നു. അങ്ങനെയെങ്കിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് വന്ന് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ശൂന്യമണ്ഡലങ്ങൾ, വെല്ലുവിളികളെ നോക്കി നിങ്ങൾ ഭയപ്പെടില്ല. യഹോവയുടെ വചനം ഈ പകൽക്കാലം നിങ്ങൾ ഉയർത്തുക. നിങ്ങൾ ആത്മാവിനെന്ന് വിളിച്ചു പറയട്ടെ, ആ വചനം നിങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടും, ആ വചനം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കപ്പെടും, ആ വചനം നിങ്ങൾക്ക് വേണ്ടി സൗഖ്യത നൽകും. വചനമാണ് സകലത്തിനും സഭ കമ്മിറ്റിയല്ല, സഭയല്ല, വചനമാണ്, ഉപദേശമാണ്, കൽപ്പനയാണ്. ഇസ്രായേലിന് മണ്ണിയെല്ലാം കൊടുക്കുമ്പോൾ, കടമശത്ത് കൊടുക്കുമ്പോൾ യഹോവ അങ്ങനത്തെ കാര്യങ്ങൾ, എന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കല്ലേ, ഉപേക്ഷിക്കല്ലേ. 70 വിട്ടു ജനത്തോട് പറയും, എന്റെ കൽപ്പനകൾ, ഉപദേശങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കല്ലേ, ഉപേക്ഷിക്കല്ലേ, ഉപേക്ഷിക്കല്ലേ. ഒരു കാര്യം ശ്രദ്ധിക്കണം, കരഞ്ഞ് നിലവിളച്ച സ്ഥാനത്ത് ഇറച്ചി കൊടുത്തു. ഈ ഇറച്ചി കൈ കിട്ടി വായി വെച്ചപ്പോൾ തന്നെ അവർ ഉപദേശം മറന്നു. ദൈവത്തിന്റെ പ്ലാൻ അവർ വിട്ടുമാറി. എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി. സ്വതന്ത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്,
നമ്മുടെ കരത്തിലിരിക്കുന്ന ഈ വചനം നമ്മളുടെ അനുഗ്രഹത്തിനായിരിക്കണം. ഞാൻ ഈ പ്രഭാതത്തിൽ എടുത്തു നടക്കുന്ന ഈ പുസ്തകം എൻ്റെ അപശാപത്തിനല്ല, എൻ്റെ അനുഗ്രഹത്തിനാണ്. സ്വത്രം സ്വത്രം സ്വത്രം. ഈ സൺഡേയിൽ ഈ വിശുദ്ധ പകൽക്കാലം ഈ പ്രഭാതത്തിൽ അവൻ ഈ വിശുദ്ധ ഗ്രന്ഥം ഞാൻ എന്റെ ദേശത്തിന്റെ നടുവിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്നത് എന്റെ മേൽ അനുഗ്രഹം വെളിപ്പെടാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ശ്രദ്ധിക്കണേ, യഹോവ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതെല്ലാം സൃഷ്ടിയുടെ പഠനങ്ങൾ എടുത്ത് നാം പഠിക്കുമ്പോൾ യഹോവ കൽപ്പിച്ചതിനെല്ലാം നല്ലതായി തീർന്നിട്ടുണ്ട്. അല്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം. അടുത്ത വാക്കെന്താണ്? വെളിച്ചം നല്ലത് എന്ന് കണ്ടു. അങ്ങനെയെങ്കിൽ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ യേശു നമ്മെ നോക്കി ചിലത് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഈ നിമിഷം, ചിലത് നടക്കട്ടെ എന്ന് പറയുന്ന ഈ നിമിഷം, വഴികൾ തുറക്കട്ടെ എന്ന് പറയുന്ന ഈ നിമിഷം, സ്വർഗം പറയുന്നു അത് തുറക്കപ്പെടും, അത് തുറക്കപ്പെടും. യഹോവ അത് നല്ലതെന്ന് കാണുകയാണ്. ഇന്നലെ നാട്ടോട്ട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു ചിന്ത വിളിച്ചു പറയുന്നു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. അതെ, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ആമേൻ, ആമേൻ, ആമേൻ. ഈ വർഷത്തിന്റെ പ്രാരംഭ മാസത്തിന്റെ ആഴ്ചകളിൽ ദൈവം നമ്മെ ചില സൃഷ്ടിപ്പ് നടത്താൻ പോവാം. കർത്താവ് ചില വഴികൾ തുറക്കപ്പെടാൻ. അതെങ്ങനെയാണ് പ്രവർത്തിക്കപ്പെടുന്നത്? യഹോവയുടെ വചനത്താൽ. പ്രഭാത പുസ്തകത്തിൽ എല്ലാവരും ബൈബിളാണ് ഇതുവരെ വായിക്കാത്ത സഹോദരന്മാർ വായിക്കണം, മൗനമായിരിക്കണം. 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. സഹോദരന്മാർ നിത്യാൽ കുഴപ്പമില്ല, ഉറക്കെ വായിച്ചു. ഇത് ദൈവത്താലാകും, ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ. എന്നാൽ യഹോവ ചെയ്തിരിക്കുന്നത് പോലെ അവന്റെ ഹൃദയം കഠിനപ്പെട്ടു. ശ്രദ്ധിക്കണം, യഹോവ സകലതും അവന്റെ വചനത്താൽ ഉളവാക്കി. അവർക്ക് വേണ്ട സകലതും ദൈവം കൊടുത്തു. പാപം, മോഹം ധരിച്ച് പാപത്തെ ഈ മോഹത്താൽ, ഈ പാപം ആദിമ മാതാപിതാക്കൾ ഏകത്വത്തിൽ വെച്ച് ചെയ്തപ്പോൾ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. ഏകത്തോട്ടത്തിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടവരായി പുറത്താക്കപ്പെട്ടു. സ്വത്രം സ്വത്രം. കുറ്റക്കേട് കാണിച്ചാൽ അഭിഷേകം നഷ്ടപ്പെടും, ദൈവം നൽകപ്പെട്ടിരിക്കുന്ന കൃപ നഷ്ടപ്പെടും. പിന്നെ എല്ലാറ്റിനും പാപത്തിന്റെ തലങ്ങളിലേക്കാണ് പിശാച് നമ്മെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കണം, അങ്ങനെ തലമുറകൾ അവർക്കുണ്ടായി, കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയി. ആമേൻ. ഭൂമിയിൽ വഷളത്വം പ്രബലപ്പെട്ടു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനം ദൈവസന്നദ്ധിയിൽ മടങ്ങി വന്നിട്ടും ദൈവത്തിന്റെ സന്നദ്ധിയിൽ അവർ പാപം ചെയ്തതുകൊണ്ട്, അവർ പിറുപിറുത്തതുകൊണ്ട് ന്യായവിധിക്ക് ഈ ജനം അർഹരായി തീർന്നു. അങ്ങനെ അർഹരായിരിക്കുന്ന ഈ ജനത്തെ മിസ്രൈമിലേക്ക് അടിമകളായി തന്റെ ജനത്തെ ഫറവോൻ പിടിച്ചു കൊണ്ടുപോയി. സ്വതന്ത്രം.
ദൈവത്തിന്റെ വൈദ്യുതി പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവകൃപ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വഴിയെ പോകുന്ന പല ശക്തികളും നിറഞ്ഞിനെ പിടിക്കും. പലതിലും നീ കെട്ടപ്പെട്ട് കിടക്കും, പലതിലും നീ ഒതുക്കപ്പെട്ട് കിടക്കും. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ ശക്തിക്ക് ഞാൻ ഒതുങ്ങുവാനുള്ളവനല്ല, ദൈവത്തിന്റെ കൃപയിൽ എനിക്ക് എഴുന്നേൽക്കപ്പെടുവാനുള്ളവനാണ്. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ആമേൻ. എനിക്ക് ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കാൻ ആഗ്രഹം, ഒതുങ്ങാനില്ല. വേഗത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി നടന്ന മോശയെ ദൈവം പറമ്പിന്റെ കൊട്ടാരത്തിൽ വളർത്തി. കാലങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോയി. പറവോനോട്, തൻ്റെ വളർത്തച്ഛനോട് മാമൻ മുന്നോട്ട് വന്ന് ആ മകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ മോശം വിളിച്ച് പറയുക, എന്റെ ജനത്തെ, യഹോവയുടെ ജനത്തെ അവൻ ആരാധിപ്പാൻ ചെയ്യണം, വിട്ടയക്കണം. അവൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അവൻ അവർ വിട്ടയക്കണം. ശ്രദ്ധിക്കണേ, ഒന്ന് ദൈവങ്ങളോട് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പ്ലാനിന് വിരോധമായി ഒരുവൻ വിവരം ചെയ്താൽ ദൈവം ചില ശോധനകൾ അയക്കും. എത്ര ശോധനകളാണ് അവൻ നമുക്കറിയാം. വേഗത്തിൽ വന്നിട്ട് സ്തോത്രം. പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ശ്രദ്ധിക്കണം. ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞതിനാ? ദൈവത്തെ ആരാധിക്കാനാണ്. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവം തന്നെ എത്ര ബാധ എത്ര ബാധ അയച്ചേ? എത്ര ബാധ അയച്ചു? 10 എണ്ണം അയച്ചു. നമ്മുടെ കൂടെ 10 എണ്ണം ഉണ്ട്. നമ്മുടെ ഇപ്പൊ ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല. കൃപ നഷ്ടപ്പെട്ടു പോയാൽ വഴിയെ പോകുന്ന സകലർക്കും, പ്രാർത്ഥന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭവനത്തിൽ ചെറുതോറും ഭവനത്തിന്റെ ആത്മീയ തലം കെട്ടപ്പെട്ടു പോയാൽ വഴിയെ പോകുന്ന സകലർക്കും സ്വന്തം എത്ര ബാധയിലേക്ക് വായിച്ചേ? ഏതൊക്കെയാ? വെള്ളം വ്യക്തമായി 7-ാം അധ്യായത്തിന്റെ 14 മുതൽ 24 വരെയുള്ള വേദഭാഗം. അടുത്ത പാത എന്തുവാ? ആ പുസ്തകത്തിൽ നോക്കരുത്, കാണാൻ പാടില്ല. തവള. അതെവിടെ തൊട്ടാണ്? അവൻ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ ബുക്കും പേനയുള്ളവരൊക്കെ നോട്ട് ചെയ്തു. ബാധകൾ എവിടെ ചോദിക്കുമ്പോൾ നേരെ പുതിയ നിയമത്തിൽ പോയി തപ്പരുത്. അമ്മേ സ്വന്തം അതിനുള്ളിൽ നോട്ട് ചെയ്യാം. 1-ാമത്തെ ബാധ എന്തായിരുന്നു? വെള്ളം. വ്യക്തമായി 7-ാം അധ്യായത്തിന്റെ 14 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ. 2-ാമത്തെ ബാധയാണ് തവള. അത് 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ. 3-ാമത്തെ ബാധ പേൻ. ആ പേനെ കുറിച്ച് കാണുന്നത് 8-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. 4-ാമത്തെ ബാധ എന്തായിരുന്നു? നായിച്ചയായിരുന്നു. അത് 8-ാം അധ്യായത്തിന്റെ സ്വന്തം 20 മുതലുള്ള വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ബാധ എന്തായിരുന്നു? മൃഗവ്യാധിയാണ്. അത് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ 6-ാമത്തെ ബാധ എന്തായിരുന്നു? പരുവായി പൊങ്ങുന്ന എന്താണ്? പുണ്ണ. സ്വന്തം അവിടെ പുണ്ണായി അതെന്ത് ചെയ്യും? വരുന്നൊരവസ്ഥയാണ്. ഈ ദൈവങ്ങൾ ശ്രദ്ധിക്കണം. 9-ാം അധ്യായത്തിന്റെ 8 മുതൽ നോട്ട് ചെയ്ത് 9-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളിൽ ആ വ്രണത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ്. പിന്നെ 7-ാമത്തെ ബാധ എന്തായിരുന്നു? കാണാതറിയാമോ? 7-ാമത്തെ ബാധ എന്തായിരുന്നു? കൽമഴ. ആ കൽമഴ കാണുന്നത് 9-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വേദഭാഗങ്ങളിൽ പരിശുദ്ധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് വെട്ടുക്കിളിയ. ആ വെട്ടുക്കിളിയെ കുറിച്ച് പഠിക്കുന്നത് 10-ാം അധ്യായത്തിന്റെ സ്വന്തം 1 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളിൽ പരിശുദ്ധം രേഖപ്പെടുത്തുകയാണ്. 9-ാമത്തെ എന്തായിരുന്നു? കൂരിരുട്ട്. ആ കൂരിരുട്ടെ കുറിച്ച് പഠിക്കുന്നത് 10-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വേദഭാഗങ്ങൾ. അവസാനത്തെ ബാധ എന്തായിരുന്നു? കടിഞ്ഞോൾ സംഹാരം. ആ കടിഞ്ഞോൾ സംഹാരത്തെ കുറിച്ച് പറയുന്ന 7-ാം അധ്യായം 11-ാം അധ്യായം. ഇത്രയും
അധ്യായങ്ങളെ ശ്രദ്ധിക്കണം. 7-14 മുതൽ 11 അധ്യായം വരെ ജനത്തെ വിട്ടയക്കാൻ, അവൻ ആരാധിക്കാൻ വിട്ടയക്കാൻ ദൈവം മോശയിൽ കൂടെ ഫറവോനോട് സംസാരിക്കുമ്പോൾ ഫറവോൻ അതിന് തടസ്സം ചെയ്യുമ്പോൾ ഓർക്കണം, ദേശത്ത് ചില ന്യായവിധികൾ ഇറങ്ങുന്നുണ്ട്, ചില കഷ്ടതകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഭവനത്തിന്റെ അകത്ത് ബാധകളും ലോകത്തിന്റെ ശക്തികളും അല്ല ഇന്ന് പകൽ ഉയരേണ്ടതിന് അവൻ ഈ വചനം ഇന്ന് പകൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? സകല പൈശാചിക പോരുകളെയും, സകല ഇരുട്ടിന്റെ മാമേൽ പദ്ധതികളെയും, സകല ബാധകളെയും അറുത്തുകളെയും ഒരു ദൈവത്തിന്റെ അഗ്നി, അവേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ ദൈവശക്തിയാൽ ആ ചരടുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അറുത്തുകളെവരുടെ അയത്തിൽ വിശ്വാസത്താൽ നിങ്ങൾ കരമുയർത്തി നിങ്ങളുടെ ഭവനത്തെ ആവെ മനസ്സിൽ കണ്ട നിങ്ങളുടെ മാതാപിതാക്കളെ നാവിൽ അവരുടെ പേരുകൾ പറഞ്ഞ്, നിങ്ങളുടെ തലമുറകളുടെ പേരുകൾ പറഞ്ഞ്, നിങ്ങളുടെ കൊച്ചുമക്കളുടെ പേരുകൾ പറഞ്ഞ് കരമുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ വചനത്തെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് വിടാതെ വെല്ലുവിളിച്ചു നിൽക്കുന്ന സകല കെട്ടുപാടുകളെയും ദൈവ വചനത്താൽ സ്വർഗം എന്ന് വചനത്തിനെ അഴിച്ചു കളയുകയാണ്. എങ്ങനെ? യഹോവയുടെ വചനത്താൽ. ഇബ്രാഹിം ലേഖനം 11 അധ്യായത്തിന്റെ 3 വാക്യം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. ഈ കാണുന്ന, ശ്രദ്ധിക്കണേ, ഇത് നമ്മോട് സംസാരിക്കുന്ന കാര്യമാണ്. ഈ കാണുന്ന ലോകത്തിൽ ദൃശ്യമായതല്ല, കാരണമെന്ന് പെരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന വിശ്വാസത്താൽ അറിയുന്നു. ലോകം ദൈവത്തിന്റെ വെളിച്ചം ഉണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം മാറ്റരുത്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കാണാൻ പറ. ആദിയിൽ വചനമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതാരാ? ദൈവമാ. ആ ദൈവം ആരാണ്? വചനമാ. ആ വചനമാണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. നാം കാണുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചതും ആ വചനമെന്ന ആ ദൈവമാ. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നത് ഈ ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകരുത്, ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നുവെങ്കിൽ അവൻ ലോകത്തിൽ കിട്ടുന്നതിനെക്കാട്ടിലും അപ്പുറം ഒരു സന്തോഷവും സമാധാനവും യേശുക്രിസ്തുവിന്റെ ഈ വചനത്താൽ, അവന്റെ രക്ഷയിൽ, അവന്റെ മഹത്വത്തിൽ, അവന്റെ കാൽവരി മരണത്താൽ, അവന്റെ ഉയർപ്പിനാൽ എനിക്കും നിങ്ങൾക്ക് ലഭ്യമായി തീരും. അത് വിശ്വസിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമായി